ഹായ് എവരി വൺ, ഐ എം ആതിര. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കോറിലേഷനാണ്. കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ മെഷർ ചെയ്യുന്നതിന് മെഷറാണ് കോറിലേഷൻ. ഓക്കെ, കോറിലേഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഫോർ ഫൈൻഡിങ് ഔട്ട് ഡിഗ്രി ഓർ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. നിങ്ങൾക്ക് 2 വേരിയബിൾസിൻ്റെ കേസേ പഠിക്കാനുള്ളൂ. 2 ഓർ മോർ വേരിയബിൾസിൻ്റെ ഇതിനും കോറിലേഷൻ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് 2 വേരിയബിൾസ് ഉണ്ട്. ആ 2 വേരിയബിൾസും തമ്മിൽ എത്രത്തോളം റിലേറ്റഡ് ആണ്, എത്രത്തോളം അസോസിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് കോറിലേഷൻ മെഷർ ചെയ്യുന്നത്. Then 2 variables x and y are so related that movements or variations in one, say x, tend to be accompanied by the corresponding movements or variations in the other, y, then x and y are said to be correlated. അതായത് ഒരു വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാവുന്നതിനനുസരിച്ച് രണ്ടാമത്തെ വേരിയബിൾ എക്സും വൈയും ആണ് വേരിയബിൾസ് വെച്ചാൽ എക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നതിനനുസരിച്ച് വൈയിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് എക്സും വൈയും കോറിലേറ്റഡ് ആണ് എന്ന് നമ്മൾ പറയും. ഇഫ് ദ മൂവ്മെന്റ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അതായത് എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ഡിക്രീസ് ചെയ്യുക, അതാണ് സെയിം ഡയറക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് സെഡ് ടു ബി പോസിറ്റീവ്ലി കോറിലേഷൻ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് എന്നാണ് പറയാം. കോറിലേഷൻ പോസിറ്റീവാണ്, ഒരേ ഡയറക്ഷനിലാണ് മൂവ്മെൻ്റ് എങ്കിൽ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുക, എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെയിം ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ്, അത് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദ മൂവ്മെൻറ്റ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ആണ്, അപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എക്സ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് തമ്മിലുള്ള റിലേഷൻ എന്നുണ്ടെങ്കിൽ അതിനെ കോറിലേഷൻ ഈസ് നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറയും. ഓക്കെ, ഇഫ് വൈ ഈസ് അൺഅഫക്റ്റഡ് ബൈ എനി ചേഞ്ച് ഇൻ എക്സ്, എക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നതിനനുസരിച്ച് വൈക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അതായത് എക്സിനനുസരിച്ചല്ല വൈ ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ ദെൻ എക്സ് ആൻഡ് വൈ ആർ സെഡ് ടു ബി അൺകോറിലേറ്റഡ്, അപ്പോൾ തമ്മിൽ റിലേഷൻ ഇല്ല എന്ന് പറയും. ദെൻ കോറിലേഷൻ മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. റിലേഷൻഷിപ്പ് ലീനിയർ ആവാം, നോൺ ലീനിയർ ആവാം. If the amount of variation in x bears a constant ratio to the corresponding amount of variation in y, then the correlation is said to be linear. അതായത് എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ് വൈ ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ എക്സും വൈയും ലീനിയർ ആയിട്ട് കോറിലേറ്റഡ് ആണെന്ന് പറയും. ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലൈനാണ് കിട്ടുക, അപ്പോൾ കോറിലേഷൻ ലീനിയർ ആണെന്ന് പറയും. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ലീനിയർ, അല്ലെങ്കിൽ കർവ്, ഏതെങ്കിലും ഒരു കർവ് ഫോമിലായിരിക്കും റിലേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് കോറിലേഷൻ. അപ്പോൾ കോറിലേഷൻ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക, എങ്ങനെയാണ് കോറിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. Scatter diagram, covariance method or Cole-Pearson method, then rank method. First one, scatter diagram. Scatter diagram എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റയുടെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ബൈവേരിയറ്റ് ഡാറ്റ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ ഡാറ്റേനെ നിങ്ങൾ ഗ്രാഫ് വരച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഗ്രാഫിനെയാണ് ആ ഡയഗ്രത്തിനെയാണ് നമ്മൾ പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം. The diagrammatic representation of bivariate data is known as scatter diagram. One of the variables x or y is taken along the x-axis and the other on y-axis. ഒരു വേരിയബിൾ നമ്മൾ x-axisൽ എടുക്കും, രണ്ടാമത്തെ വേരിയബിൾ y-axisൽ എടുക്കും. Then x-ൻ്റെയും y-ൻ്റെയും വാല്യൂസ് നമുക്ക് ഉണ്ടാവും. ആ corresponding values are plotted as points on the graph paper. ആ എക്സും y ആക്സിസ് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ അതിൽ പോയിന്റ്സ് അടയാളപ്പെടുത്തും. This is the scatter diagram of these points. അപ്പോൾ ആ എക്സിൻ്റെയും വൈൻ്റെയും ആ വേരിയബിൾസിൻ്റെ സ്കാറ്റർ ഡയഗ്രാം ആണ് അത്. ഓക്കെ,
The direction of the scatter reveals the nature and strength of the correlation between the variables. അപ്പോൾ ആ ഗ്രാഫിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന എന്താണോ ഫിഗർ, ആ ഫിഗറിൻ്റെ ഡയറക്ഷൻ ആൻഡ് നേച്ചർ എങ്ങനെയാണ് അത് ഉള്ളത് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ കോറിലേഷൻ്റെ സ്ട്രെങ്ത് പറയുന്നത്. ഇപ്പോൾ ലൈൻ പോലെയാണ് അത് ഉള്ളത്, ചില പോയിന്റുകൾ ലൈന് പോലെയാണ് കിടക്കുന്നത് വെച്ചാൽ ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് പറയാം. ഇൻക്രീസിങ് ആണ്, അത് ചെറുതുന്ന വലുതിലേക്ക് ചെറിയ വാല്യൂസ് നമുക്ക് ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ലൈനാണെന്ന് വെച്ചാൽ നമുക്ക് പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയാം. ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു ലൈനാണെന്ന് വെച്ചാൽ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് അതിലെ റിലേഷൻഷിപ്പ് പറയുന്നത്. റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ പറയുന്നത്, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ നോക്കുക. എക്സ് വൈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന കുറച്ച് ഡയഗ്രാംസ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് കർവ് നോക്കുക, എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ കോൺസ്റ്റന്റ് റേറ്റിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് ലീനിയർ റിലേഷൻഷിപ്പാണ്. R is equal to 1 പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്, ഹൈലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. ദെൻ ഇവിടെ നോക്കുക, എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ഡിക്രീസ് ചെയ്യാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ. എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. R equal to -1 ആണ്, ഹൈലി നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്, ലീനിയർ റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇനി അടുത്തത് നോക്കാം. ഇവിടെ കോറിലേഷൻ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ഇൻക്രീസ് ചെയ്യുക തന്നെയാണ്, പക്ഷേ കോറിലേഷൻ പോസിറ്റീവ് ഡയറക്ഷനിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്. പക്ഷെ R ഈക്വൽ ടു 1 ആവില്ല, കാരണം കറക്റ്റ് ഒരു ലൈന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ടല്ല, ഒരു ഏകദേശം ഒരു ലൈനിൻ്റെ ഫോമിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ തന്നെയാണ് അവിടെയുള്ളത്. അതേപോലെ തന്നെ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ഡിക്രീസ് ചെയ്യുന്ന കർവാണിത്. ഇത് നെഗറ്റീവ് കോറിലേഷന് എക്സാമ്പിളാണ്. ദെൻ ഈ ഒരു കർവ് നോക്കാം. എക്സ് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്, വൈന് പക്ഷേ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊന്നുമല്ല, ഒരു പർട്ടിക്കുലർ ഷേപ്പൊന്നും ഇല്ലാതെ ഒരു ഇതാണ് കിടക്കുന്നത്. ഒന്നെങ്കിൽ ഒറ്റ കർവ് മാത്രമൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം അതിനൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. ഇത് റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല, അതായത് അത് തമ്മിൽ റിലേഷൻ ഒന്നുമില്ല, എക്സിനനുസരിച്ചല്ല വൈ വാരി ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കർവും റിലേഷൻഷിപ്പ് ഇല്ല, കോറിലേഷൻ 0 ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ കർവാണ്. ഓക്കെ, ഇങ്ങനെയാണ് സ്കാറ്റർ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ പറയാം റിലേഷൻഷിപ്പ് പറയുന്നത്, കോറിലേഷൻ പറയുന്നത്. ദെൻ കോൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പാണ് മെഷർ ചെയ്യുന്നത്. എത്രത്തോളം ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. Carl Pearson coefficient correlation coefficient. The coefficient of correlation RXY എന്ന് പറയാറുണ്ട്, ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ R മാത്രം ഡിനോട്ട് ചെയ്യാറുണ്ട്. Measures the degree or extent of relationship between the two variables X and Y and is given by അപ്പോൾ ആ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ ആണ് RXY is equal to sigma is equal to 1 to n xi minus x bar into yi minus y bar divided by n into sigma x sigma y. ഇതൊരു ഇക്വേഷൻ ആണ്. ഇതുപോലെ തന്നെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഇക്വേഷനെയാണ് നമ്മൾ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയാം. ഇത് തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് വേറെയുള്ള ഇക്വേഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാം, അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എക്സ് ബാർ വൈ ബാർ എന്നൊക്കെ പറയുന്നത് എക്സ് വാല്യൂസിൻ്റെ മീന് വൈ വാല്യൂസിൻ്റെ മീനും ആണ്. സിഗ്മ എക്സ് സിഗ്മ വൈ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും ആണ്. ഓക്കെ, എക്സ് ഐ ആൻഡ് വൈ ഐ is equal to 1 to etc. n are two sets of values of x and y respectively, and x bar y bar sigma x sigma y are respectively the corresponding means and standard deviation. x bar എന്ന് പറയുന്നത് 1/n sigma xi ആണ്, y bar എന്ന് പറയുന്നത് 1/n sigma yi ആണ്. sigma x സ്ക്വയർ, അതായത് variance of x 1/n sigma i is equal to 1 to n xi minus x bar whole square, which is equal to നമുക്ക് ഇങ്ങനെയും കാണാം 1/n sigma xi square minus x bar square. Similarly sigma y square, variance of y എന്ന് പറയുന്നത് 1/n
sigma I is equal to 1 to n yi minus y bar whole square, which is equal to 1 by n sigma yi square minus y bar square. Therefore, Rxy is called ഈ Rxy നെയാണ് നമ്മൾ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈ ഫോർമുല കണ്ടുപിടിച്ചിട്ടുള്ളത് കാൾ പിയേഴ്സനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, കൊവാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾസിന്റെ ഒരുമിച്ചുള്ള വേരിയേഷനെയാണത് റെപ്രസെന്റ് ചെയ്യുന്നത്. If x1, y1, x2, y2, etc., xn, yn be n pairs of observations on two variables x and y, then the covariance of x and y written as cov xy is defined by cov xy is equal to 1 by n sigma xi minus x bar into yi minus y bar. Covariance indicates the joint variation between the two variables. ഓക്കെ, ജോയിൻ്റ് ആയിട്ടുള്ള വേരിയേഷൻ ആണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൊവാരിയൻസിൻ്റെ ടേംസിൽ കോറിലേഷനെ മാറ്റി എഴുതാം. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് R is equal to covariance of xy divided by sigma x into sigma y. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. കൊവാരിയൻസും സിഗ്മ എക്സും സിഗ്മ വൈയും തന്നിട്ട് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ദെൻ കൊവാരിയൻസിൻ്റെ അല്ലെങ്കിൽ ആറിൻ്റെ ഇക്വേഷൻ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, സമ്മേഷനൊക്കെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് R is equal to n sigma xi yi minus sigma xi sigma yi divided by root of n sigma xi square minus sigma xi whole square into root of n sigma yi square minus sigma yi whole square. ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സ് ഐ വൈ ഐ വാല്യൂസ് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള കേസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എക്സ് ഐ ഇൻറ്റു വൈ ഐ കാണാം, എക്സ് ഐ സിഗ്മ എക്സ് ഐ വൈ ഐ കാണാം, സിഗ്മ എക്സ് ഐ കാണാം, സിഗ്മ വൈ ഐ കാണാം, എക്സ് ഐ സ്ക്വയർ വൈ ഐ സ്ക്വയർ കണ്ടിട്ട് സിഗ്മ എക്സ് ഐ സ്ക്വയറും സിഗ്മ വൈ ഐ സ്ക്വയറും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കുറേ നമ്മൾ ആ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഒക്കെ ചെയ്യുന്ന മീൻ കണ്ടിട്ട് വീണ്ടും മൈനസ് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു കുറച്ചുകൂടി സിംപ്ലിഫൈഡ് നമ്മുടെ വർക്ക് കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇക്വേഷനും കൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു ഇക്വേഷനും കൂടെ പറയുന്നുണ്ട്. എല്ലാ ഇക്വേഷൻസും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആവശ്യമുള്ള ഇക്വേഷൻസ് മാത്രം പഠിക്കുക. ഞാൻ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇനി പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ from the following data. അപ്പോൾ ഡാറ്റ തന്നിട്ടുണ്ട് എക്സ് 1 2 3 4 5 6 7, y 6 8 11 9 12 10 14. അപ്പോൾ ഇതിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ R is equal to n sigma xi yi minus sigma xi sigma yi all divided by root of n sigma xi square minus sigma xi whole square into root of n sigma yi square minus sigma yi whole square. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണണം? എക്സ് ഐ വൈ ഐ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് ഐ കാണണം, സിഗ്മ വൈ ഐ കാണണം. ദെൻ എക്സ് ഐ ഇൻറ്റു വൈ ഐ കണ്ടിട്ട് അതിൻ്റെ സമ്മ് കാണണം, എക്സ് ഐ സ്ക്വയർ കാണണം, അതിൻ്റെ സമ്മ് വേണം, വൈ ഐ സ്ക്വയർ കാണണം, അതിൻ്റെ സമ്മ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. എക്സ് ഐൻ്റെ വാല്യൂസ് എഴുതുക, വൈ ഐയുടെ വാല്യൂസ് എഴുതുക. ദെൻ എക്സ് ഐ ഇൻറ്റു വൈ ഐ വേണം, നമുക്ക് എക്സ് ഐ സ്ക്വയർ വേണം, വൈ ഐ സ്ക്വയർ വേണം, ഇതിൻ്റെയൊക്കെ ടോട്ടൽസും വേണം. അപ്പോൾ എക്സ് ഐ ഇൻറ്റു വൈ ഐ ചെയ്തിട്ടുള്ള വാല്യൂസ് 1 into 6 2 into 8 ആ വാല്യൂസാണിത്. അതിൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് ഐ വൈ ഐ എന്ന് പറയുന്നത് 309 എന്ന് കിട്ടും. ദെൻ എക്സ് ഐയുടെ സ്ക്വയർ, ഓരോ എക്സ് ഐ വാല്യൂസിൻ്റെയും സ്ക്വയർ, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, അങ്ങനെ 1 4 9 16 25 36 49 വാല്യൂ കിട്ടും. അതിൻ്റെ ടോട്ടൽ 140 എന്ന് കിട്ടും. അതുപോലെ തന്നെ വൈ ഐ വാല്യൂസിൻ്റെ സ്ക്വയർ 6 സ്ക്വയർ 36, 8 സ്ക്വയർ 64, അങ്ങനെ നമുക്ക് ടോട്ടൽ കിട്ടുന്ന സ്ക്വയർ വാല്യൂസിൻ്റെ ടോട്ടൽ 742 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ എല്ലാം ടോട്ടൽസ് കിട്ടിക്കഴിഞ്ഞു. ഇനി n എന്ന് പറയുന്നത് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിവിടെ 7 ഒബ്സർവേഷൻ ആണ് ഉള്ളത്, 7 വാല്യൂസ് ആണ് എക്സും വൈയും എടുക്കുന്നത്. അപ്പോൾ n ഈക്വൽ ടു 7 ആണ്. ദെൻ നമ്മുടെ ഇക്വേഷനിൽ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n ഇൻറ്റു സിഗ്മ എക്സ് ഐ വൈ ഐ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ആയിരുന്നു മുകളിൽ. അപ്പോൾ n 7 ആണ്. ഇൻറ്റു സിഗ്മ എക്സ് ഐ വൈ ഐ എന്ന് പറയുന്നത് 309 കിട്ടും, മൈനസ് സിഗ്മ എക്സ് 28 ഇൻറ്റു സിഗ്മ വൈ 17.
ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ 7 ഇൻറ്റു 140 മൈനസ് 28 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 7 ഇൻറ്റു സിഗ്മ വൈ ഐ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 7 ഇൻറ്റു 742 മൈനസ് 70 സ്ക്വയർ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.8457 എന്ന് കിട്ടും. ഈ പ്രോബ്ലത്തിൽ ഇത്രയും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ചില പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതാൻ പറയും. അതായത് അതിൻ്റെ കമൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് ഇവിടെ നോക്കാം. നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 6 കിട്ടിയത് 0.8457 ആണ്. അതായത് 1ൻ്റെ അടുത്തുള്ള ഏറ്റവും 1ൻ്റെ അടുത്ത് ഉള്ള ഒരു വാല്യൂ ആണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എപ്പോഴും -1നും 1നും ഇടയിലാണ് കിടക്കുക. അപ്പോൾ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1 ആണ്. അപ്പോൾ 1ൻ്റെ ഏറ്റവും അടുത്തുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.8457. അതായത് ഹൈലി പോസിറ്റീവ് കോറിലേഷൻ ആണ് ഉള്ളത്. ഓക്കെ, എക്സും വൈയും തമ്മിൽ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. അതും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതി വെക്കാം. ഇത്രയാണ് കോറിലേഷൻ പറയാനുള്ളത്. ഇനി അടുത്ത മെത്തേഡ് റാങ്ക് മെത്തേഡ്. നമുക്ക് കോറിലേഷൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്, കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് റാങ്ക് കോറിലേഷനിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു.